ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ധനവാനും ലാസറും. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷനായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായകൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവേ എബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാചന അനുഭവിക്കുന്നു. എബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നും നിങ്ങളുടെ അടുത്തേക്ക്, അവിടെ നിന്നും ഞങ്ങളുടെ അടുത്തേക്കും വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പ്രതിഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനത്തിൽ ധനവാനും ലാസറും എന്ന ഈ കഥയിൽ നമ്മളെ മാനസികമായി ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ലാസറിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് പഴുത്ത് പൊട്ടിയിരിക്കുകയാണ്. നായകൾ ആ വ്രണങ്ങൾ നക്കി തുടയ്ക്കുന്നു. ഇവൻ്റെ വിശപ്പടക്കുവാൻ ധനവാന്റെ മേശക്കടിയിൽ വരുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് വിശപ്പടക്കാമെന്ന് ഇവൻ മോഹിക്കുന്നു. രണ്ടാളും മരിച്ചു. ലാസറിനെ അബ്രാഹത്തിൻ്റെ മടിയിലും ധനവാൻ ഭൂമിയിലെ മുഴുവൻ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് മരിച്ചപ്പോൾ സ്വർഗത്തിൽ എത്തുവാൻ അവന് കഴിഞ്ഞില്ല. നരകാഗ്നിയിൽ കടന്ന് പിടയുകയാണ്. പിതാവായ അബ്രാഹത്തിനെ വിളിക്കുന്നു, അബ്രാഹമേ, എനിക്കല്പം എൻ്റെ ചുണ്ട് നനയ്ക്കുവാൻ, അഗ്നിയിൽ കടന്ന് ഞാൻ പിടയുകയാണ്, എൻ്റെ ശരീരം തണുപ്പിക്കുവാൻ നിൻ്റെ കൈവിരൽ മുക്കി എനിക്ക് അല്പം വെള്ളം തരുമോ എന്ന്. ഇതുതന്നെയാണ് ഞാനും നിങ്ങളും ദിവസവും കാണുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മുടെ വീടുകളിൽ നമ്മുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ നമ്മളെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ വേദനിപ്പിക്കരുത്. ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഈശോയുടെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.